നമസ്കാരം. കവറ്റ് ഓൺലൈൻ ക്ലാസ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ എക്സാമൊക്കെ പോസ്റ്റ്പോൺ ചെയ്യപ്പെടുകയാണ്. നെറ്റ് എക്സാം പോസ്റ്റ്പോൺ ചെയ്യപ്പെട്ടു. നമ്മളെ ഡിഗ്രി ലെവൽ പ്രിലിംസ് പോസ്റ്റ്പോൺ ചെയ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയറിൻ്റെ എക്സാംസ് ഒക്കെ പോസ്റ്റ്പോൺ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. നമ്മുടെ ഹൈക്കോടതി അസിസ്റ്റൻ്റായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സാമുകൾക്ക് എന്താണ് സംഭവിക്കുന്നത്? നവംബറിലാണ് എക്സാം പറഞ്ഞിരിക്കുന്നത്. ഇനി എന്നായിരിക്കും എക്സാം വരാൻ സാധ്യത ഉള്ളത് എന്നുള്ള കാര്യങ്ങൾ. ഒരു കാര്യം മനസ്സിലാക്കുക, ഹൈക്കോടതി എന്നുള്ളത് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടാണ് കാര്യങ്ങൾ നീക്കുന്നത്. ടോപ്പ് ലെവൽ എംപ്ലോയീസിന് പോലും ഇതിനെക്കുറിച്ച് കറക്റ്റ് ഒരു ഡേറ്റ് പറയാൻ സാധിക്കില്ല. പക്ഷേ നമ്മളെ എന്താണ് കറക്റ്റ് ഒരു ഡേറ്റ് പറയാൻ സാധിക്കാത്തത്. പക്ഷേ ഏകദേശം ഒരു ഡിസംബറിൽ എക്സാം തന്നെ ഉണ്ടാവും തന്നെയാണ്. അതായത് അവിടെ നടക്കുന്ന പ്രക്രിയകൾ ഡിസംബർ കേന്ദ്രീകരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ശരിയാവണമെന്നൊന്നുമില്ല, എന്നാലും നമുക്ക് അറിയാൻ സാധിച്ചത് അങ്ങനെയാണ്. ഡിസംബർ കേന്ദ്രീകരിച്ചാണ് ഈ അവർ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. അതിനി നമ്മൾ ഇതിൽ എന്തെങ്കിലും ഡിലേ വന്നാലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താണ് ഡിസംബറിൽ തന്നെ നമുക്ക് എക്സാം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്കിപ്പോൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കണം. എന്താണെന്ന് വെച്ചാൽ ഡിസംബറിൽ എക്സാം വരികയാണെങ്കിൽ ഇനി നമുക്ക് ഒരു മാസം ഉള്ളൂ. എങ്ങനെയായിരിക്കണം നമ്മുടെ പ്രിപ്പറേഷൻസ്, ഈ ഒരു മാസം കൊണ്ട് എങ്ങനെ കവർ ചെയ്യാൻ പറ്റും പോർഷൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. ടെസ്റ്റ് സീരീസ് എടുക്കണം. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ഈ ഡിഗ്രി ലെവൽ പ്രിലിംസ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് കുറേ പേര് ഇറങ്ങുന്നവരുണ്ട്. പിന്നെ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നവരുണ്ട്. ഹൈക്കോടതി അസിസ്റ്റൻ്റ് അതെന്താണെന്ന് അറിയാത്തവരുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് നമ്മൾ അതിനുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ അതിൻ്റെ അനാലിസിസും അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ മെയിനായിട്ട് വന്നിരിക്കുന്നത് നമ്മളൊരു ക്രാഷ് കോഴ്സ് ഇതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ക്രാഷ് കോഴ്സ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, ഒരു അതിവേഗം അതിശക്തമായിട്ടുള്ള ഒരു ക്രാഷ് കോഴ്സാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്രാഷ് കോഴ്സിൻ്റെ കാര്യങ്ങൾ കൂടെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളൊരു മെഗാ ടെസ്റ്റ് സീരീസും നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഈ ഹൈക്കോടതി അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ മെയിനായിട്ട് ആദ്യം നമുക്ക് നമ്മുടെ ക്രാഷ് കോഴ്സിൻ്റെ കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഈ ക്രാഷ് കോഴ്സ് മുന്നോട്ട് പോകുന്നത്? 30 ദിവസം കൊണ്ടാണ് നമ്മൾ ഈ ക്രാഷ് കോഴ്സ് ചെയ്യുന്നത്. അപ്പോൾ എന്താ, ഇൻറ്റൻസീവ് കവറേജ് ഓഫ് സിലബസ് നമ്മൾ കവർ ചെയ്തിരിക്കും. ഇപ്പോൾ ജികെയുടെ കാര്യത്തിൽ മാത്രമാണ് ഒരു വേഗമായിട്ടുള്ള ഐഡിയ. ബാക്കിയുള്ള കംപ്ലീറ്റ് സിലബസും നമ്മൾ കവർ ചെയ്തിരിക്കും. ക്ലാസ്സസ് എങ്ങനെയാണെന്നുള്ളതിന് ഉള്ളൊരു സംശയങ്ങളൊക്കെ ആൾക്കാർക്ക് ഉണ്ടാവും. ഗൂഗിൾ മീറ്റ് വഴി തന്നെ ആയിരിക്കും ക്ലാസ്സസ്. നിങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. ആ വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് നമ്മൾ ലിങ്ക് പ്രൊവൈഡ് ചെയ്യും. അതിൻ്റെ റെക്കോർഡ് സെഷൻ നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ തരുന്നതാണ്. പിന്നെ അത് മാത്രമല്ല, PDF മെറ്റീരിയൽസ് സോഫ്റ്റ് കോപ്പി നമ്മൾ ക്ലാസ് കഴിയുമ്പോൾ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെന്താ, പേഴ്സണൽ മെൻറ്റർഷിപ്പ് 1-to-1 അറ്റൻഷനൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഏതെങ്കിലും തരത്തിലുള്ള മെൻറ്റർഷിപ്പും നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ റെക്കോർഡ് സെഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെന്താ, ഒരു പ്രാക്ടീസ് സെറ്റ് ഓരോ ക്ലാസ് കഴിയുമ്പോഴും ആ ഇംഗ്ലീഷ് ക്ലാസ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നേരെ അത് കളഞ്ഞു പോകല്ല പതിവ്. നമ്മൾ ഓരോ പ്രാക്ടീസ് സെറ്റ് നിങ്ങൾക്ക് ചെയ്ത് വരും അടുത്ത ക്ലാസ്സിലേക്ക് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പ്രാക്ടീസ് സെറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇംഗ്ലീഷിനും മാത്സിനും കൊടുക്കുന്നതാണ്. പിന്നെന്താ, ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ളത് ഈ ടെസ്റ്റ് സീരീസിൻ്റെ കാര്യമാണ്. നമ്മളൊരു ടെസ്റ്റ് സീരീസ് കൊണ്ടുവരുന്നുണ്ട്. കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് കാര്യങ്ങൾ പഠിച്ച് നമ്മൾ മുൻവർഷ ക്വസ്റ്റ്യൻ പേപ്പറിന് വെച്ച് ചെയ്തിട്ടുള്ള ടെസ്റ്റ് സീരീസാണ്, ഡിസൈൻ ചെയ്തിരിക്കുന്ന ടെസ്റ്റ് സീരീസാണ്. അല്ലാതെ ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളും ചെയ്യുന്ന പോലെ എന്താ പ്രിലിമിനറി ഡിഗ്രി ലെവൽ പ്രിലിമിനറിക്ക് വേണ്ടി സെറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിനും മറ്റേതൊക്കെ ഇങ്ങോട്ട് കൊടുക്കുക, അതൊന്നുമല്ല. നമ്മൾ ഇതിന് വേണ്ടി ഹൈക്കോടതി അസിസ്റ്റന്റിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കവറ്റിൻ്റെ മഗാ ടെസ്റ്റ് സീരീസ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് ഈ ക്രാഷ് കോഴ്സിൻ്റെ ഒപ്പം ആക്സസ് ചെയ്യാൻ പറ്റും ഈ തരുന്ന ചാർജസ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ 30 ദിവസം കൊണ്ട് ഈ സംഭവമൊക്കെ പഠിച്ച് തീരുമോ എന്നുള്ളൊരു സംശയം എല്ലാവർക്കും വരും. നമ്മൾ നിങ്ങളുടെ മുമ്പിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാൻ വെക്കണം, ഇങ്ങനെ പഠിക്കണം. അപ്പോൾ നമുക്കിത് കുറച്ച് സ്പീഡായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ പറഞ്ഞു, അതിവേഗം അതിശക്തം, അത് തന്നെയാണ് കവറ്റ് മുന്നോട്ട് വെക്കുന്ന ക്രാഷ് കോഴ്സിൻ്റെ ഒരു മോട്ടോ എന്ന് പറയുന്നത്. അപ്പോൾ അതിവേഗം നമുക്ക് പോയേ പറ്റൂ. അപ്പോൾ എന്താ, ടോപ്പിക്സ് നമ്മൾ പഠിക്കേണ്ട രീതികൾ, ഓരോ ദിവസം എങ്ങനെയായിരിക്കും ടൈം ടേബിൾ എന്നുള്ളതിൻ്റെ ഒരു റഫ് ഐഡിയ ആണ് നിങ്ങളുടെ മുമ്പിലോട്ട് വെക്കുന്നത്. അപ്പോൾ ഈ ഡേ 1 നമുക്ക് എന്താ, ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സസ് ഉണ്ടാവും, അത് പ്രിപ്പോസിഷൻസ്. അതുപോലെ തന്നെ ഡേ 2 വരുമ്പോൾ മാത്സ് ആയിരിക്കും. പിന്നെ GKയുടെ ഓവർവ്യൂ സെഷൻസ് ഉണ്ടാവും. അതായത് പോളിറ്റിയുടെ ഓവർവ്യൂ സെഷൻ, എങ്ങനെയാണ് പോളിറ്റി പഠിക്കേണ്ടത്, എന്തൊക്കെ വരാൻ സാധ്യതയുണ്ട്, മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യും നമ്മൾ ലൈവായിട്ട്. ബാക്കി നമ്മൾ എന്ത് ചെയ്യും, മെയിനായിട്ട് വരുന്ന ടോപ്പിക്കുകൾ നമ്മൾ നിങ്ങൾക്ക് റെക്കോർഡ് സെഷൻസ് ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ ഇമെയിലൂടെ മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു റെക്കോർഡ് സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതിൽ പോളിറ്റിയുടെ എല്ലാ വിഷയങ്ങളും കവർ ചെയ്ത് പോയിട്ടുണ്ടാകും. നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ അതിരുന്ന് കാണാൻ പറ്റും. അപ്പോൾ ക്വാളിറ്റിയുടെ എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഈ റെക്കോർഡ് സെഷൻസും, അത് മാത്രമല്ല ക്വാളിറ്റി എന്നുള്ള വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമാണ്. അപ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ ഈ റെക്കോർഡ് സെഷൻസിൽ പറയും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അത് നമ്മളൊരു PDF ആയിട്ട് നമ്മൾ ഇതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്യാം. അപ്പോൾ അതൊന്ന് നോക്കിക്കോളൂ. പിന്നെ നമ്മൾ അതുപോലെ തന്നെ എന്താ, ക്ലാസ് കഴിയുമ്പോഴുള്ള റിവിഷൻ വർക്ക്, റിവിഷൻ വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു വർക്ക്ഷീറ്റ്സ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വർക്ക്ഷീറ്റ്സ് നിങ്ങൾക്ക് ക്ലാസ് കഴിയുമ്പോൾ തരും. അപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഒരു കാര്യം മനസ്സിലാക്കുക, ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതല്ല ഇംഗ്ലീഷും മാത്സും ഒക്കെ മെയിനായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുക, അതിൻ്റെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ഷീറ്റുകളൊക്കെ നിങ്ങൾക്ക് നൽകും. അത് കൂടാതെ ഡെയിലി
കുറച്ച് വൊക്കാബ് സെറ്റ്സുകൾ. കാരണം നമ്മൾ റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യണം. പിന്നെ അത് മാത്രമല്ല വൊക്കാബ് സംബന്ധിച്ച് ചോദ്യങ്ങളുണ്ടാവും. ഇംഗ്ലീഷിനാണ് നമുക്ക് വെയിറ്റേജ് കൂടുതൽ എന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നമ്മൾ എന്താണ് വൊക്കാബുലറി സെറ്റിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. പിന്നെന്താ ആർട്ടിക്കിൾ റീഡിംഗ്. അത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെയിൻ കാര്യമാണ്. നമ്മളൊരു ആർട്ടിക്കിൾ ദിവസവും ഹിന്ദുവിൽ വരുന്ന ഒരു മെയിൻ ആയിട്ട് വരുന്ന നിങ്ങൾക്ക് ഭാഷ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ആർട്ടിക്കിൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ എന്താ ഓൾറെഡി നിങ്ങളുടെ ആൻസർ റൈറ്റിംഗിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരികയാണ് നിങ്ങൾക്ക്. ആ 30 ദിവസത്തിൽ 30 ആർട്ടിക്കിളുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ 30 ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരുപാട് നോളേജ് കിട്ടും, അതിൽ ഒരുപാട് യൂസേജ് കിട്ടും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്യും. അപ്പോൾ ഈ ആർട്ടിക്കിൾ വായിക്കും തോറും നിങ്ങളുടെ ആൻസർ റൈറ്റിങ്ങിൻ്റെ ഒരു ശൈലി തന്നെ മാറിപ്പോകും. അപ്പോൾ ആ ആർട്ടിക്കിളുകൾ വായിക്കുക. പിന്നെ അത് മാത്രമേ അടുത്ത ഒരു പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാറ്റിക് ജി കെയുടെ PDF നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതായത് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. സ്റ്റാറ്റിക് ജി കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറേ ചോദ്യങ്ങൾ വരുന്നുണ്ട്. എവിടെയും തൊടാതെ വരുന്ന കുറച്ച് സംഭവങ്ങൾ, നാഷണൽ പാർക്സ്, അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് സ്റ്റാറ്റിക് ജി കെ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ PDF നമ്മൾ ഇതിൻ്റെ ഒപ്പം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇംഗ്ലീഷായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഡിയംസ്, സിനോണിംസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ്, ഇതൊക്കെ നമ്മൾ PDF ആയിട്ട് പ്രൊവൈഡ് ചെയ്യും ഡെയിലി, അല്ലെങ്കിൽ ഒരു സെറ്റായിട്ട് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഡെയിലി ബേസിസ് അത് പഠിക്കുക. പിന്നെ ആഴ്ചയിൽ ഒരു ടെസ്റ്റ്, നമ്മൾ ഇത്രയും കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തു പഠിച്ചു എന്നൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ ആഴ്ചയിൽ ഒരു ടെസ്റ്റ് നമ്മൾ നിർബന്ധമായിട്ട് എഴുതിയേ പറ്റൂ. നമ്മളൊരു സ്റ്റാൻഡേർഡ് എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കണം. അപ്പോൾ ഒരു ടെസ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. വീക്കിലി ടെസ്റ്റ് ഒരു മോഡൽ ടെസ്റ്റ് ആയിരിക്കും. അതും കൂടെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതും കൂടെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ മനസ്സിലാവും നമ്മളുടെ സ്റ്റാൻഡേർഡ് എവിടെയാണ് കിടക്കുന്നത്, നമ്മൾ ഏതൊക്കെ രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളതൊക്കെ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ GK ക്ലാസ് വരുന്ന അടുത്തത് ഉണ്ട്, കേരള ഫാക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓവർവ്യൂ സെഷനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓവർവ്യൂ സെഷൻ എന്ന് പറഞ്ഞാൽ എന്താ, എന്തൊക്കെ പഠിക്കണം, എങ്ങനെയാണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ പിന്നെ GK കാര്യത്തിൽ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് മതി. കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോളിറ്റി, ഇന്ത്യൻ ഹിസ്റ്ററി, മോഡേൺ ഹിസ്റ്ററി, നാഷണൽ മൂവ്മെൻറ്റുകൾ, പിന്നെ ജിയോഗ്രഫി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ക്ലാസ്സസ് എന്താണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചില ക്ലാസ്സസിൻ്റെ ആവശ്യം തന്നെ നമുക്കില്ല. ഇപ്പോൾ റിനൈസൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിലോട്ട് പോകണ്ട. ഈ സമയം കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള PDF നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരും. അപ്പോൾ ആ PDF നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ശരിയാവും. കാരണം അത് വായിച്ചു പോകുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ കേരള ഫാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് PDF നമ്മൾ എന്താണ് കോംപ്രഹെൻസീവ് ആയിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡേ 15 ആകുമ്പോൾ എന്താ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിൻ്റെ ഒരു ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിൻ്റെ ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യും. ഒരു ക്ലാസ് മതിയാവും, നമ്മൾ എല്ലാ കാര്യങ്ങളും അതിൽ ഡിസ്കസ് ചെയ്യും. എങ്ങനെയാണ് എഴുതേണ്ടത്, എങ്ങനെയാണ് ഒരു മൂന്നോ നാലോ ചോദ്യങ്ങളെ നമുക്ക് വരുള്ളൂ. അപ്പോൾ അത് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഐഡിയ നമുക്കുണ്ട്. അപ്പോൾ അത് നിങ്ങളിലോട്ട് കൺവേ ചെയ്യും. എന്നിട്ട് അതിനായിട്ട് ബന്ധപ്പെട്ട് ഡിസ്ക്രിപ്റ്റീവിൻ്റെ പ്രാക്ടീസ് സെഷനുകൾ നമ്മൾ നടത്തും. ഡിസ്ക്രിപ്റ്റീവിൻ്റെ ക്വസ്റ്റ്യൻ തന്നിട്ട് അത് അനലൈസ് ചെയ്ത് എന്നിട്ട് നിങ്ങൾ എഴുതണം. അതിനുശേഷം ഞങ്ങളത് റിവ്യൂ ചെയ്യും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ പറയുന്നതാണ്. പിന്നെ GKയുടെ കാര്യമൊക്കെ നമ്മൾ സംസാരിച്ചു. നമ്മളെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും അവസാനം നിങ്ങൾക്ക് എന്താണ് മെഗാ ടെസ്റ്റ് സീരീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. മെഗാ ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് ആക്സസ് കൊടുക്കും. അപ്പോൾ മെഗാ ടെസ്റ്റ് സീരീസ് എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എത്രത്തോളം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. പിന്നെ തീരാത്ത വിഷയങ്ങളുണ്ടെങ്കിൽ ഇത് എല്ലാ ദിവസവും 8 മണിക്കായിരിക്കും ക്ലാസ്സസ് നമ്മൾ രാത്രി പ്രൊവൈഡ് ചെയ്യുന്നത്. 30 ദിവസം 30 ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യും. നമുക്കറിയാം ഈ സമയം കൊണ്ട് തീരില്ല എന്നുള്ള കാര്യം അറിയാം. അപ്പോൾ നമ്മളെന്താ ഡേ ടൈമിൽ ക്ലാസ് എടുക്കും. നമുക്കിത് തീർക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇത് വെറുതെ ഒരു ക്രാഷ് കോഴ്സ് നടത്തി പോകുക എന്നുള്ളതല്ല. നമുക്ക് പോർഷൻസ് തീർക്കണം. അപ്പോൾ നമ്മൾ ക്ലാസ് തീർന്നില്ലെങ്കിൽ എന്താ ഈ മാത്സിൻ്റെയും കുറച്ച് കാര്യങ്ങളൊക്കെ എന്താണ് ഇംഗ്ലീഷ് ആയാലും ചിലപ്പോൾ നമുക്ക് കൂടുതൽ ടൈം വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഡേ ടൈമിലും ക്ലാസ്സസ് വെക്കും. ഡേ ടൈമിൽ ചെയ്യാൻ പറ്റുന്നില്ലാത്തവർക്ക് എന്താ നമ്മൾ അതിൻ്റെ റെക്കോർഡ് സെഷൻ പ്രൊവൈഡ് ചെയ്യുമല്ലോ. ക്ലാസ് കഴിഞ്ഞാൽ ലൈവ് റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റും. ആരും പേടിക്കേണ്ട. നമുക്ക് എന്തായാലും ഈ പറയുന്ന ഹൈക്കോടതി അസിസ്റ്റൻ്റ് അടിക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഏറ്റവും പെട്ടെന്ന് നിയമനങ്ങൾ നടക്കുന്ന ഒരു പരീക്ഷ ഹൈക്കോടതി അസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും ഒരു മാസം വിചാരിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ നൽകുന്ന പ്രോഗ്രാം. അപ്പോൾ നിങ്ങൾക്ക് ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചുവടെ കാണുന്ന മറ്റേ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ കയറാം. എന്നിട്ട് നമ്മളൊരു ഫോം ഫില്ല് ചെയ്യാൻ പറയും. ആ ഫോം ഫില്ല് ചെയ്യുക. അതൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയർ. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ അറിയിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കമൻറ്റിലും ഉണ്ട്, ഡിസ്ക്രിപ്ഷനിലും നമ്മൾ ഈ ഇതിട്ടുണ്ടാവും നമ്മളുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക്. അപ്പോൾ അത് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.